ഇങ്ങോട്ടുള്ള വഴി അമ്മയ്ക്കറിയോ? ഞങ്ങളുടെ കുടിലേക്കുള്ള വഴി അമ്മയ്ക്ക് അറിയിക്കായിരുന്നല്ലോ. ഓഹോ, ബംഗ്ലാവ് ആയതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിച്ചു അല്ലേ? അച്ഛനു വേണ്ടി ശുപാർശ ചെയ്യാൻ വന്നായിരിക്കും. അമ്മേ, അച്ഛനല്ല, ദൈവമായാലും ശരി, തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിച്ചേ തീരും. നിനക്കിപ്പോ അച്ഛനും അമ്മയും ഒരു പ്രശ്നമല്ലെന്ന് എനിക്കറിയാം. നീ ലക്ഷപ്രഭുവിന്റെ ഭാര്യയല്ലേ? പക്ഷേ നിന്റെ ഭർത്താവിന് പണമുണ്ടെന്നുള്ള അഹങ്കാരം ഉണ്ടല്ലോ, അതെന്നോട് വേണ്ട. എന്റെ അഹങ്കാരം കാണാൻ ഞാൻ അമ്മ ഇങ്ങോട്ട് ക്ഷണിച്ചില്ലല്ലോ. ഇല്ലേ, എന്റെ ഭർത്താവിന് പണം ഉണ്ടായത് അദ്ദേഹത്തിന്റെ അച്ഛൻ അധ്വാനിച്ചിട്ടാണ്, അല്ലാതെ നിങ്ങളെപ്പോലെ ആരുടെയും സ്വത്ത് വഞ്ചിച്ചെടുത്തിട്ടല്ല. എടി, നിന്റെ അച്ഛനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിനക്ക് ഓർമ്മ വേണം. അച്ഛനോ? ആ ബന്ധം ഞാൻ അവരെ വിട്ട് ഇറങ്ങിയപ്പോഴേ അവസാനിച്ചു. ഇന്ന് ഞാൻ അച്ഛനും അമ്മയും ഇല്ലാത്തവളാണ്. എടി, എന്റെ മുഖത്ത് നോക്കി ഇത് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? എന്താ പറഞ്ഞാൽ ഞാൻ ആ വീട് വിട്ട് ഇറങ്ങിയ ശേഷം നിങ്ങൾ ഒരിക്കലെങ്കിലും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇന്ന് അമ്മ വന്നിട്ടുള്ളത് എന്നും എന്നെ കുഞ്ഞിനെ കാണാനാണോ? അല്ല, സ്വന്തം ഭർത്താവിന് വേണ്ടി ശുപാർശ ചെയ്യാൻ. അതേടി, അദ്ദേഹത്തിന്റെ അഭിമാനം രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. എങ്കിൽ എന്റെ ഭർത്താവിന്റെ പണം അപഹരിച്ചതിൽ നിന്നും അത് ഈടാക്കേണ്ടത് എന്റെയും കടമയാണ്. അപ്പോ ഈ പണത്തിന് വേണ്ടി ഗോപിയെ വാശി പിടിപ്പിച്ചത് നീയാണല്ലേ? അതെ.